ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് വെള്ളിയാഴ്ചയാണ്. സാധാരണ കഴിഞ്ഞ എനിക്കൊന്ന് വെള്ളിയാഴ്ചയായിരിക്കും അപ്പോൾ ഇത് നിയമമായി ഇങ്ങനെ പറഞ്ഞ ഇറ്റ്സ് ഫ്രൈഡേ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും സന്തോഷിക്കും എന്ന് പറഞ്ഞു. യെസ്, ഇന്ന് വെള്ളിയാഴ്ചയാണ്. നമുക്ക് ഭയങ്കര സന്തോഷത്തിൻ്റെ ദിവസമാണ്. ബിക്കോസ് ഇന്നാണ് നമ്മുടെ ഫ്രൈഡേ മീറ്റിംഗ്, സ്പെഷ്യലി റിവൈവൽ മീറ്റിംഗ് നടക്കുന്നത്. ആ ഒരു മീറ്റിങ്ങിലേക്ക് വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന മീറ്റിങ്ങിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരും പ്രത്യേകമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ലൈവിലൂടെ നമ്മുടെ എല്ലാ പ്ലാറ്റ്ഫോമിലും നമുക്കത് മീഡിയ പ്ലാറ്റ്ഫോമിലും കാണാൻ സാധിക്കുന്നതാണ്. തുടർന്ന് ഇന്നത്തെ നമ്മുടെ സ്പോൺസർ, ഒരു കീ സ്പോൺസറാണ് കാഞ്ഞിരക്കുളത്ത് നിന്ന് ലീനയാണ്. താങ്ക് യു സിസ്റ്റർ ലീന. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഭർത്താവ് ലാൽകുമാർ അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മകൾ ഐശ്വര്യയുടെ സിവിൽ എഞ്ചിനീയറിംഗ് ഫൈനൽ എക്സാം പാസ്സാകുവാൻ, അതുപോലെ മകൾ ലാവണ്യയുടെ എക്സാം പാസ്സാകുവാൻ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് +2 എക്സാമിൽ ഒരു വലിയ കൃപയുണ്ടാകട്ടെ. സിവിൽ എഞ്ചിനീയറിംഗ് ഫൈനൽ എക്സാമിൽ ഒരു വലിയ കൃപയുണ്ടാകട്ടെ. ഞങ്ങൾ പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കുകയാണ്. കർത്താവെ, നല്ല റിസൾട്ട് ഉണ്ടാകട്ടെ. ഈ ഭവനം കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്പോൺസർ ചെയ്തതിന് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ഇനി ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോൺടാക്ട് ചെയ്താലും. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ബ്രദർ ഡാമിൻ റെഡി ആയിട്ടിരിക്കുക. ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ഐ എം സോ എക്സൈറ്റഡ്. ഇന്ന് കർത്താവ് നമ്മളോട് സംസാരിക്കും. നമ്മൾ കൂടുതൽ ചില കാര്യങ്ങൾ കർത്താവിന് പ്രാപിക്കും. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പ്രീ റിക്വസൈറ്റ്സ് ഫോർ വർഷിപ്പ്. ആരാധന എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു പരിപാടിയല്ല. അബ്രഹാമിനെ ദൈവം ആരാധനയ്ക്ക് വേണ്ടി വിളിച്ച സമയത്ത്, എന്ന് പറഞ്ഞാൽ യാഗം കഴിക്കാൻ വേണ്ടി വിളിച്ച സമയത്ത് ഭയങ്കര ഒരു ഒരുക്കമാണ് ഒരുങ്ങിയത്. അന്ന് 33 വയസ്സുള്ള ഇസഹാക്കിനെയാണ് ബലികഴിക്കുന്നത് ഓർക്കണം. നമ്മളെപ്പോഴും ഒരു ചെറിയ ചെറുക്കനെയാണ് പലപ്പോഴും ഫിലിമുകളിലും പിക്ചറുകളിലും നമ്മുടെ മൈൻഡിലൊക്കെ ഉള്ളതാണ്. പക്ഷേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും. അതായത് റെബേക്ക മരിച്ച കാലം, പിന്നെ ഓരോരോ ഇത് ബൈബിളിൽ തന്നെ അതിൻ്റെ എല്ലാം ഞാൻ ഓർക്കുന്നില്ല. കൃത്യമായി 33 വയസ്സിലാണ് ഇസഹാക്ക് യാഗം കഴിക്കപ്പെടുന്നത്. പക്ഷെ അതിനു മുമ്പ് താൻ ഇത്ര വഴി ദൂരം നടക്കണം. ആ നടപ്പ്, അതുപോലെ വിറക്, തീയ്, കത്തി എല്ലാം ഉണ്ട്. ആകെ ഉണ്ടായിരുന്ന ഒരു സംശയം ഇസഹാക്കിനുണ്ടായിരുന്നു, യാഗമൃഗത്തെ കാണാനില്ല, ആടെവിടെ? ഇതാണ് ചോദ്യം. കർത്താവ് അത് കരുതിക്കോളും എന്ന് പറഞ്ഞിട്ട് യഹോവ ഇരേ എന്ന് പറഞ്ഞ് കയറിപ്പോകുന്നു. സോ അവിടുത്തെ ഒരുക്കം ഭയങ്കരമാണ്. പഴയ നിയമത്തിൽ ഒരു ആരാധനയ്ക്ക് മുമ്പുള്ള ഒരുക്കം ഭയങ്കരമാണ്. പുതിയ നിയമത്തിലെല്ലാം കർത്താവ് സിംപ്ലിഫൈ ചെയ്തു. ഇനി ഇതിനേക്കാൾ അപ്പുറത്തേക്ക് ഇനി സിംപ്ലിഫൈ ചെയ്യാൻ ഒന്നുമില്ല. ഉദാഹരണത്തിന് രക്ഷ, ചുമ്മാ ഹൃദയത്തിൽ വിശ്വസിച്ച് വാഗൊണ്ടേറ്റ് പറഞ്ഞ രക്ഷയായി. അതിനു വേണ്ടി സ്വർഗം മുടക്കിയ വില എന്താണ്? 4000 വർഷത്തെ പ്രിപ്പറേഷൻ, ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നിയമനം, കർത്താവിൻ്റെ എങ്ങനെ ഫോർ നോളജിൽ എല്ലാ കാര്യങ്ങളും കർത്താവ് ഓർക്കസ്ട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതൊക്കെ ഭയങ്കരമാണ്. അപ്പോൾ ഈ യേശു കർത്താവ് കാൽവരി ക്രൂശിൽ കഴിച്ച ആരാധന അല്ലെങ്കിൽ ബലി അല്ലെങ്കിൽ യാഗമാണ് ഏറ്റവും വലുത്. അതിനു വേണ്ടിയുള്ള ഒരുക്കം 4000 വർഷത്തെ ഒരുക്കമാണ്. യേശു ജനിച്ച ശേഷം 33 വർഷത്തെ ഒരുക്കം.
അങ്ങനെയെങ്കിൽ നമ്മുടെ ആരാധനയിൽ നമ്മൾ എത്രത്തോളം ഒരുങ്ങേണ്ടിയിരിക്കുന്നു, ആരാധനയ്ക്ക് മുമ്പ് നമ്മളെ തന്നെ തയ്യാറാക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ പലതും കണ്ടു. ആദ്യം നമ്മൾ കണ്ടത് റിപ്പൻറ്റൻസ് ആൻഡ് റെക്കൺസിലിയേഷനാണ്. മാനസാന്തരവും നിരപ്പും. മറ്റുള്ളവരോടെല്ലാം നമ്മൾ നിരപ്പുറവാക്കണം. അകത്തൊരു മാനസാന്തര ഹൃദയമുണ്ടാകണം. അങ്ങനെയുള്ളത് മാത്രമേ കർത്താവ് സ്വീകരിക്കുന്നുള്ളൂ. അതിനുശേഷം ട്രസ്റ്റ് കണ്ടു. നമുക്ക് ആശ്രയവും വിശ്വാസം ഉണ്ടായിരിക്കണം. അതല്ലാത്ത ഒരാരാധനയും ദൈവം സ്വീകരിക്കുന്നില്ല. പിന്നെ കണ്ടത് ഗിവിങ് ഗോഡ് പ്രയോറിറ്റി. ഒന്നാം സ്ഥാനം കർത്താവിന് കൊടുക്കണം. നിന്റെ ദൈവമായ കർത്താവിനല്ലാതെ മറ്റൊന്നിനെ നീ നമസ്കരിക്കുകയോ ആരാധിക്കുകയോ ചെയ്യരുത്. ശക്തമാണ്, വ്യക്തമാണ്. അത് നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ കണ്ടതാണ് ഹാർട്ട്. ഇന്നലെ നമ്മൾ കണ്ടു ഹൃദയം. ഹൃദയത്തിൽ നിന്നല്ലാത്ത ആരാധന എന്ന് വെച്ചാൽ വായിൽ നിന്ന് മാത്രം വരുന്ന ആരാധന ദൈവം കൈക്കൊള്ളുന്ന. ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട് വായിലൂടെ, അധരങ്ങളിലൂടെ പുറത്തേക്ക് വരുന്ന ആരാധനയാണ് കർത്താവ് സ്വീകരിക്കുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ഹ്യൂമിലിറ്റി. താഴ്മയിൽ വേണം ആരാധിക്കാൻ. താഴ്മയോടെ വേണം ആരാധിക്കാൻ. അതിലേക്ക് നമുക്കൊന്ന് പോകാം. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ 9 മുതൽ 14 വരെയുള്ള ഭാഗത്ത് ഒരു ഹംബിൾ ടാക്സ് കളക്ടറിൻ്റെ കഥ യേശു തന്നെ പറയുന്നത്. പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് കർത്താവ് പഠിപ്പിച്ചെങ്കിലും അത് ആരാധനയുടെ കാര്യത്തിലും ആപ്ലിക്കബിൾ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 18:9 ഞാൻ മലയാളത്തിൽ മാത്രം വായിക്കുന്നു. തങ്ങൾ നീതിമാന്മാരെന്നുറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെ കുറിച്ച് അവൻ്റെ രൂപമ പറഞ്ഞത് എന്തെന്നാൽ, 2 മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ ആരാണ്? ഈ യഹൂദ മതത്തിലെ പല വിഭാഗങ്ങളുണ്ട്. അതിൽ പരീശന്മാർ എന്ന് പറയുന്നത് സ്ട്രിക്റ്റായി യഹൂദ മതത്തിലെ തീവ്രവാദികൾ എന്ന് വേണമെങ്കിൽ പറയാം. വളരെ സ്ട്രിക്റ്റാണ്. അവർ പ്രത്യേകമായ രീതിയിൽ ഇവിടെ എല്ലാം ഇങ്ങനെ ഈ കൃതാവൊക്കെ വളർത്തി, പ്രത്യേകമായ മുടികെട്ടി, പ്രത്യേകമായ ഡ്രസ്സാണ് അവർക്കുള്ളത്. സ്ട്രിക്റ്റ് റിലീജിയസ് സെക്റ്റാണ് അവർ. മറ്റവൻ ചുങ്കക്കാരൻ. ചുങ്കക്കാരെ അന്ന് ടാക്സ് കളക്ടേഴ്സ്, ടാക്സ് കളക്ഷൻ ബൂത്തുകൾ, അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, സെയിൽ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ടെമ്പിൾ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, റോഡ് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇങ്ങനെ ടാക്സ് പിരിക്കാനിരിക്കുന്ന എല്ലാവരെയും പാപികളുടെ പര്യായമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ദൈവമില്ലാത്ത, ഏറ്റവും പാപിയായ, ഭക്തിയില്ലാത്ത, പാപികളായി ജീവിക്കുന്നൊരു വർഗമാണ് ചുങ്കക്കാർ. പരീശൻ എന്ന് പറഞ്ഞാൽ ദൈവവചനം പഠിച്ച് അതിൻ്റെ നൂലുകളൊക്കെ, ദൈവവചനത്തിൻ്റെ നൂല് പോലെ കീറി അതിൻ്റെ അകത്തുനിന്ന് പഠിച്ച് ദൈവത്തോട് ഏറ്റവും അടുത്ത് ജീവിക്കുന്നു എന്ന് മനുഷ്യർ ചിന്തിക്കുന്ന, മതത്തിൻ്റെ ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുന്നവരാണ് പരീശന്മാർ. അപ്പോൾ ഒരു പരീശനും ഒരു ചുങ്കക്കാരൻ ഇങ്ങനെ ഇരിക്കും ആളുകളുടെ കണ്ണിൽ. അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി ദേവാലയത്തിൽ ചെന്നു. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ അയാൾ പറയുന്നത് അയാളോട് തന്നെ, ദൈവത്തോടല്ല. ദൈവമേ, തന്നോടാ പറയുന്നത് ദൈവമേ. എന്ന് വെച്ചാൽ ചിലര് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് സംസാരിക്കുന്നതിന് പകരം അവരവരോട് തന്നെയാണ് കാര്യങ്ങൾ പറയുന്നത്. ദൈവമേ, പിടിച്ചു പറിക്കാർ, നീതി കെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല ഞാൻ. ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായകയാൽ നിന്നെ വാഴ്ത്തുന്നു. ഓക്കെ, ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുക്കുന്നു. പതാരം എന്ന് പറഞ്ഞാൽ ദശാംശം, ടൈത്ത് എന്നിങ്ങനെ പ്രാർത്ഥിച്ച ദൈവത്തോടുള്ള തന്നോട് തന്നെയാണ് പറഞ്ഞത്. ഓക്കെ, ചുങ്കക്കാരന് മറ്റേ പുള്ളി ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച്, ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. മറ്റേ ആൾ പ്രാർത്ഥിച്ചത് ദൈവത്തോടാണ്. അവിടെ പറയുന്നുണ്ട്, നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച്, ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടുമെന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഇവിടെ എന്താ മനസ്സിലായി? ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ, പ്രാർത്ഥിക്കാനാകട്ടെ, ആരാധിക്കാനാകട്ടെ, നാം ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ എത്രത്തോളം നമ്മെ താഴ്ത്താമോ അത്രത്തോളം നമ്മെ താഴ്ത്തുക.
കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ് ഞാൻ വീണ്ടും പറയുകയാണ്. എപ്പോഴും നാം ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസങ്ങളിൽ, ഓരോ ഞായറാഴ്ചയും അല്ലെങ്കിൽ നമ്മൾ സഭായോഗമായി കൂടി വരുന്നത് എന്നാണ് അന്ന്. ചില രാജ്യങ്ങളിൽ വെള്ളിയാഴ്ച ആയിരിക്കാം. അന്ന് നമ്മുടെ ജീവിതത്തിൽ പുതിയ ചില കാര്യങ്ങൾ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കും. സോ അങ്ങനെ ചെല്ലുമ്പോൾ നാം ദൈവസന്നിധിയിൽ ഒത്തിരി നമ്മെ തന്നെ താഴ്ത്തേണ്ടത് ആവശ്യമുണ്ട്. നമ്മുടെ അകത്തിരിക്കുന്ന പ്രൈഡ്, ഈഗോ, അല്ലേ, അഹങ്കാരം, ഞാനെന്ന ഭാവം, ഇതെല്ലാം ഒടിഞ്ഞ് നുറുങ്ങി താഴെ വീഴാതെ ദൈവത്തിൻ്റെ ഫേവർ നമുക്ക് കിട്ടുകയില്ല. താഴ്മയുള്ളവനെയാണ് അവൻ കൃപ നൽകുന്നത്, കരുണ നൽകുന്നത്. സോ അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ഹൃദയത്തെ പാകപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ ഹ്യൂമിലിറ്റി കൊണ്ടുവരണം. ഭയങ്കരമായി നമ്മെ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു രംഗം സ്വർഗത്തിൽ നടക്കുന്നത്, ദൈവസിംഹാസനത്തിൻ്റെ ചുറ്റിലും ഇരിക്കുന്ന 24 മൂപ്പന്മാർ ഓരോ പ്രാവശ്യവും ആരാധിക്കുമ്പോൾ അവരുടെ കിരീടങ്ങളെ ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനുമായ മഹാദൈവത്തിൻ്റെ മുമ്പിൽ എടുത്തിടുകയാണ്. കിരീടങ്ങൾ എടുത്തിടുകയാണ്. അതെന്തിനാണ് കാണിക്കുന്നത്? നമ്മുടെ പ്രതാപങ്ങളും നമുക്ക് അവൻ തന്നെ തന്നതാണ്. ഇതെല്ലാം ദൈവം തന്ന ഇതെല്ലാം ഇതാ കിടക്കുന്നു. എനിക്ക് നിന്റെ സന്നിധിയിൽ ഇത് വെച്ചുകൊണ്ടിരിക്കാനും വലിയ ഇതിനൊന്നിനുമുള്ള യോഗ്യതയില്ല. അത് ഇടുക മാത്രമല്ല, അവർ നിന്നുകൊണ്ട് ഹല്ലേലൂയ ടാറ്റ ഒന്നും പറയുമല്ല, അങ്ങ് സാഷ്ടാംഗം വീണു നടക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇംഗ്ലീഷ് ചർച്ചിൽ ഞാൻ ആരാധനയ്ക്ക് വേണ്ടി ചെന്ന സമയത്ത്, ഇംഗ്ലീഷ് സർവീസാണ്, ഞാൻ നോക്കുമ്പോൾ മിക്കവാറും ആളുകൾ നേരെ കവിണ്ണ് വീണ് ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പം അതിനു മുമ്പ് ഞാൻ പരിചയിച്ചിട്ടുള്ള രീതി അനുസരിച്ച് പണ്ട് കാലത്ത് ഞാൻ പോയിട്ടുള്ള സഭകളിലൊക്കെ വലിയ ഡ്രംസ് ഉണ്ട്, സൈഡ് ഡ്രംസ്, അതിലൊക്കെ ഇങ്ങനെ അടിച്ചാണ് പാടുന്നത്. പക്ഷെ ആരും ഇങ്ങനെ കവിണ്ണ് വീണ് കിടന്ന് നമസ്കരിച്ച് ആരാധിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. കൈ അടിച്ച് തുള്ളി കുലുങ്ങിയൊക്കെ ആരാധിക്കുന്നത് കണ്ടിട്ടുണ്ട്. എഴുന്നേറ്റ് ഒന്ന് കൈവീശുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ വീണ് കിടക്കുന്നത് ഞാൻ എൻ്റെ ആദ്യത്തെ കാഴ്ചയാണ്. എന്നത് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത് ഇത്രത്തോളം. അപ്പോൾ അതിൽ പലരും നേവിയിലൊക്കെ ഉള്ളവർ, ക്യാപ്റ്റൻസും വലിയ പദവിയിലുള്ള ആളുകളാണ് ഈ കിടക്കുന്നത്. അപ്പോൾ അതെന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. ദൈവം ഇവർ ഇത്രയും ലോകത്തിൽ ഉന്നതമായ പല പദവികളിൽ ഇരിക്കുന്നവരൊക്കെയാണ്. പക്ഷെ എത്രത്തോളം അവർ ദൈവസന്നിധിയിൽ ഇങ്ങനെ വീണ് കിടക്കും. പിൽക്കാലത്ത് ദൈവം എന്നെ ആരാധനയിൽ പരിശീലിപ്പിച്ചപ്പോൾ ഇതെല്ലാം ചെയ്യാൻ ദൈവം എനിക്ക് കൃപ തന്നു. ഇന്ന് അനേക പ്രാവശ്യം മുട്ടുമേൽ നിൽക്കുകയും വീണ് കിടക്കുകയും എല്ലാം ചെയ്യും. നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തുമ്പോൾ എത്ര വലിയ ദൈവസാന്നിധ്യവും ദൈവ തേജസ്സും ദൈവ മഹത്വവുമാണ് ഇറങ്ങി വരുന്നത്. സിമ്പിളായിട്ട് ഇത്ര ഓർത്താൽ മതി. വെള്ളം താഴ്ന്ന നിലത്തേക്ക് മാത്രമേ ഒഴുകുകയുള്ളൂ, അല്ലേ? താഴേക്ക് മാത്രമേ വെള്ളം ഒഴുകുള്ളൂ. മുകളിലേക്ക് വെള്ളം ഒഴുകുന്ന നമ്മൾ ആരും കണ്ടിട്ടില്ല, എക്സെപ്റ്റ് വല്ല പമ്പ് ചെയ്യുന്നതോ ഉറവാതല്ലാതെ. സാധാരണ വെള്ളം ഒഴുകുന്നത് എപ്പോഴും താഴേക്കാണ്. താണ നിലത്തെ നീരോടും എന്ന് നമ്മൾ പറയാറുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്കും ഈ ജീവജലം ഒഴുകി ഇറങ്ങണമെങ്കിൽ, കർത്താവിൻ്റെ കൃപ ഒഴുകി ഇറങ്ങണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മെ തന്നെ താഴ്ത്തുക. ദൈവസന്നിധിയിൽ പൂർണ്ണമായി നമ്മെ തന്നെ താഴ്ത്തുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ഒരു താഴ്മ നമുക്ക് ഉണ്ടാകാമെങ്കിൽ ആ ആരാധന വീണ് കിടന്ന് നമ്മെ തന്നെ താഴ്ത്തി, അല്ലെങ്കിൽ ആ ചുങ്കക്കാരൻ ചെയ്ത പോലെ, കർത്താവേ സ്വർഗത്തിലേക്ക് നോക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല, മാറത്തടിച്ച് കരഞ്ഞുകൊണ്ട് പറയാം, ഞാൻ പാപിയാണ്, എന്നോട് കരുണ തോന്നണമേ, എന്നോട് കരുണ തോന്നണമേ. കരഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ചതാണ് ദൈവം. അവൻ നീതീകരിക്കപ്പെട്ടവനായിപ്പോയി. എനിക്ക് ഒന്നുകൂടെ നമുക്കിന്ന് കവർ ചെയ്യാം. നമ്പർ 6, ഓർഡർലിനെസ് ആൻഡ് റെവറൻസ്. അടുത്തൊന്നാണ് ക്രമം. ആരാധനയിൽ ഒരു അടുക്കും ചിട്ടയും ക്രമവും ഉണ്ടായിരിക്കും. എന്നുദ്ദേശിച്ചത് ഒറ്റയ്ക്ക് ഇരുന്നുള്ള ആരാധന മാത്രമല്ല, കോർപ്പറേറ്റ് വർഷിപ്പിൽ കൂട്ടായി ആരാധിക്കുമ്പോൾ
1 കൊരിന്ത്യർ 14:26-40 2 വചനങ്ങൾ നമുക്ക് നോക്കാം. 1 കൊരിന്ത്യർ 14. What then shall we say, brothers and sisters? When you come together, each of you has a hymn or a word of instruction, a revelation, a tongue, or an interpretation. Everything must be done so that the church may be built up. ഇനി 40-ാമത്തെ വചനത്തിൽ, but everything should be done in a fitting and orderly way. മെയിൻലി ഇത് പറയുന്നത് വർഷിപ്പ് സർവീസിനെ കുറിച്ചാണ്. 1 കൊരിന്ത്യർ 14:26 നോക്കാം മലയാളത്തിൽ. ഇങ്ങനെ, ആകയാൽ എന്ത് സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ, ദിസ് ഇസ് എ കോർപ്പറേറ്റ് വർഷിപ്പ് സെറ്റിംഗ്, ഓരോരുത്തന് സങ്കീർത്തനമുണ്ട് എന്ന് വെച്ചൊരു കീർത്തനം, ഉപദേശമുണ്ട്, എല്ലാവർക്കും ഒരു എക്സോട്ടേഷൻ കാണും, എല്ലാവർക്കും ഒരു വെളിപാട് കിട്ടാം, എല്ലാവർക്കും അന്യഭാഷയുണ്ട്, അതിൻ്റെ വ്യാഖ്യാനം കിട്ടിയേക്കാം. സകലവും ആത്മീയ വർധനയ്ക്കായി ഉതകട്ടെ. ഈ ആരാധനയിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, എനിക്ക് എന്തെങ്കിലും ദൈവത്തിൽ നിന്ന് കിട്ടിയാൽ അത് പൊതുപ്രയോജനത്തിനുള്ളതാണ്, സഭയിലെ എല്ലാവർക്കും ഉള്ളതാണ്. എനിക്ക് പ്രവചനം കിട്ടിയാൽ അത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള, എല്ലാവരുടെ അനുഗ്രഹത്തിനാണ്, അത് എൻ്റെതായി വെക്കാനുള്ളതല്ല. എനിക്കൊരു വെളിപാട് കിട്ടിയാൽ ഞാനത് പറയുമ്പോൾ സഭ മുഴുവൻ അനുഗ്രഹിക്കപ്പെടുന്നു. തീർന്നില്ല, നമുക്ക് അന്യഭാഷ ഉണ്ടെങ്കിലും വ്യാഖ്യാനപരമുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും അത് സകലർക്കും പൊതുപ്രയോജനത്തിനായിട്ട് ഉപയോഗിക്കണം. യേശു കർത്താവ് അതല്ലേ ചെയ്തത്? സഭയുടെ ശിരസ്സായിരിക്കുന്ന കർത്താവ് ചെയ്തത് എന്താണ്? തന്നെ ഒരപ്പമാക്കി, ഒരു ജീവൻ്റെ അപ്പമായി. പണ്ട് കാലത്ത്, മോശയുടെ കാലത്ത് മരുഭൂമിയിൽ മന്ന കിട്ടി. എന്നാൽ യേശുവാണ് പുതിയ നിയമത്തിൽ നമുക്കുള്ള മന്ന. അവൻ ഭൂമിയിലേക്ക് വന്ന് നമുക്ക് വേണ്ടി അവനെ തന്നെ തന്നു. അതുകൊണ്ടാണ് പെസഹ രാത്രിയിൽ യേശു കർത്താവ് അപ്പം എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം. മോശ അവർക്ക് മന്ന കൊടുത്തു, മോശയിലൂടെ ദൈവം മന്ന കൊടുത്തു. ഇതുപോലെ തന്നെ ഇതാ ഞാൻ നിങ്ങൾക്ക് ജീവൻ്റെ അപ്പമായി, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പം ഞാനാകുന്നു. അതിൻ്റെ അർത്ഥം എന്നെയാണ് നിങ്ങൾ ഭക്ഷിക്കേണ്ടത്. അതുകൊണ്ടാണ് പെസഹ രാത്രിയിൽ കർത്താവ് അങ്ങനെ പറഞ്ഞത്, ഇതെൻ്റെ ശരീരമാകുന്നു, ഇത് വാങ്ങി ഭക്ഷിക്കും. ഇതങ്ങ് വാങ്ങി ഭക്ഷിച്ചു. അങ്ങനെ അവൻ തന്നെ സഭയ്ക്ക് നൽകി. അങ്ങനെയാണ് നാം പരിപോഷിപ്പിക്കപ്പെട്ടത്. ആ യേശുവിൻ്റെ മാംസത്തിൻ്റെ സ്ഥാനത്ത് തീർച്ചയായിട്ടും ഇന്ന് കർത്തൃമേശയിലെ അപ്പവും അപ്പോൾ തന്നെ ദൈവവചനവും നിൽക്കുന്നു. ഈ ദൈവവചനമാണ് നമ്മൾ ഭക്ഷിക്കേണ്ടത്. കാരണം യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, അതിനുശേഷം വരുന്ന വചനം ദൈവമായിരുന്നു. ആ വചനം യേശുവാണെന്ന് ഇവിടെ പ്രൂവ് ചെയ്യുന്നുണ്ട്. വചനം എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ്ഡ് ഐഡിയ, ദൈവത്തിൻ്റെ ഹൃദയത്തിലിരിക്കുന്നത് പ്രകടമാക്കിയത് വചനത്തിലൂടെയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് എൻ്റെ വാക്കുകളിലൂടെയാണ്. എൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ എന്നെക്കുറിച്ചൊരു പിക്ചർ നിങ്ങൾക്ക് കിട്ടും. ഡാമിയൻ ബ്രദർ പറയുന്നത് ഇന്നതാണ് എന്ന് കേട്ട് അദ്ദേഹത്തെ കൂടെ ഒരു പിക്ചർ കിട്ടാൻ പറയുന്ന വാക്കുകൾക്ക് സാധിക്കും. ആ വാക്കുകളിലൂടെ അത് കേൾക്കുമ്പോൾ നമുക്ക് സാധിക്കുന്ന പോലെ ദൈവം സംസാരിക്കുന്നതിലൂടെയാണ് വരുന്നത്. ഇതുപോലെ യേശുവിലൂടെയാണ് ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. പറഞ്ഞു വരുന്നത് ഈ ഭാഗത്ത്, അതിനുശേഷം 40-ാമത്തെ വചനത്തിലേക്ക് വരിക. ബട്ട് എവറിത്തിങ് ഷുഡ് ബി ഡൺ ഇൻ എ ഫിറ്റിംഗ് ആൻഡ് ഓർഡർലി വേ. ഒരു ആരാധന നടക്കുന്ന സമയത്ത് പല മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാകും, പലതും വെളിപ്പെടും. എന്ന് വെച്ചാൽ ഒരാൾക്ക് അന്യഭാഷ, ഒരാൾക്ക് വ്യാഖ്യാനം, ഒരാൾക്ക് സങ്കീർത്തനം, ഒരാൾക്ക് വെളിപാട്, ഇതെല്ലാം കിട്ടുന്നു. ഇതെല്ലാം സഭയുടെ ആത്മീയ വർധനയ്ക്കായി ഉതകട്ടെ. ആ ആരാധനയും കഴിയുമ്പോൾ എല്ലാവരും സ്പിരിച്വലി എഡിഫൈഡ് ആകണം. ഇനി അതിൻ്റെ 40-ാം വചനം മലയാളം നോക്കാം. സകലവും ഉചിതമായും ക്രമമായും നടക്കട്ടെ.
എന്നാൽ ഇതിലെല്ലാത്തിലും ഒരു ഓർഡറും, എല്ലാത്തിലും ഒരു 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 ഉചിതമായ ഒരു അനുഭവം ഉണ്ടായിരിക്കണം. ഇവിടെ പറയുന്നത് എവറിത്തിങ് ഷുഡ് ബി ഡൺ ഇൻ എ ഫിറ്റിംഗ് ആൻഡ് ഓർഡർലി വേ. ഇൻ എ ഫിറ്റിംഗ് ആൻഡ് ഓർഡർലി വേ. ഏറ്റവും ഉചിതമായ രീതിയിലും ക്രമമായ നല്ല രീതിയിലും എല്ലാം നടക്കട്ടെ. സ്വർഗത്തിൽ ആരാധന നോക്കിയാൽ അവിടെ ഒരു ഓർഡറുണ്ട് എല്ലാത്തിനും. ഇപ്പോൾ സാറാഫുകൾ ആരാധിക്കുമ്പോൾ രണ്ട് കൊണ്ട് അവർ മുഖം മൂടുന്നു, 2 കൊണ്ട് ശരീരം മറയ്ക്കുന്നു, 2 കൊണ്ട് അവർ പറക്കുന്നു, 4 കൊണ്ടല്ല, 3 കൊണ്ടല്ല. അതിനൊരു ഓർഡറുണ്ട്. അത് മാത്രമല്ല, ഒരുവനോടൊരുത്തൻ ഇങ്ങനെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് പറയുന്നു. സോ അങ്ങനെ നോക്കുമ്പോൾ അവിടെയും അതിനൊരു ബ്യൂട്ടി ഉണ്ട്, ഒരു ഓർഡറുണ്ട്. എല്ലാം ഒരു ഫിറ്റിംഗ് മാനറിലാണ് നടക്കുന്നത്. ഭൂമിയിലെ ആരാധനയും നമ്മുടെ ജീവിതത്തിലെ ആരാധനയും, പേഴ്സണൽ ആകട്ടെ കോർപ്പറേറ്റ് ആകട്ടെ, രണ്ടിലും ഇതുപോലൊരു ആരാധന വെളിപ്പെടണം. ഞാൻ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കി ഞാൻ പ്രവചിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ വചനങ്ങൾ കേൾക്കുന്ന നിമിത്തം നിങ്ങൾ പോലും അറിയാതെ ഈ ആരാധനയുടെ ഒരു കൃപ നിങ്ങളിലേക്ക് കർത്താവ് പകരുകയാണ്. എല്ലാവരും എന്ന് പറഞ്ഞ ആരാധനയുടെ കൃപ ഞാൻ സ്വീകരിക്കുന്നു. ഒന്ന് ടൈപ്പ് ചെയ്തിടാം, ലൈവ് ചാറ്റിലെ കമൻറ്റിലോ ടൈപ്പ് ചെയ്തിടുക. ആരാധനയുടെ കൃപ ഞാൻ സ്വീകരിക്കുന്നു, ആരാധനയുടെ കൃപ ഞാൻ ഏറ്റെടുക്കുന്നു. ഒന്ന് ടൈപ്പ് ചെയ്തിട്ടെ. ആരാധനയുടെ കൃപ എല്ലാവരും സ്വീകരിക്കുക, യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിക്കുക. ആരാധനയുടെ ഒരു വലിയ കൃപ എല്ലാവരിലേക്കും ഇപ്പോൾ ഒഴുകിയിറങ്ങട്ടെ. എൻ്റെ അർത്ഥം, ഇപ്പോൾ ഒറ്റയ്ക്കിരുന്ന് പലരും ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് പാട്ടുപുസ്തകം തുറന്നു വെച്ചിട്ട് 2 പാട്ട് അടിച്ചു വിട്ടങ്ങ് പാടും, 2 പാട്ടങ്ങ് പാടും. ഇനി വേദപുസ്തകം വായിക്കും, അപ്പോൾ 2 അവിടെ നിന്ന് ഇവിടെ നിൽക്കുക, 2 വേദപുസ്തകത്തിൻ്റെ ഭാഗം വായിക്കും. ഇങ്ങനെ ഒരു ചടങ്ങാക്കി മാറ്റും. എനിക്ക് അങ്ങനെയുള്ളതിനോട് ഭയങ്കര വെറുപ്പ്. അതിനേക്കാൾ ഞാൻ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കും. പലപ്പോഴും പല കുടുംബ പ്രാർത്ഥനകളും കൂട്ടപ്രാർത്ഥനകളും ചടങ്ങുകളായി മാറും. ഒന്നിനു ശേഷം ഇന്നതിന് ശേഷം അത് ഇങ്ങനെ ഒരു പട്ടിക അനുസരിച്ച് എന്തൊക്കെയോ ചെയ്ത് ഒരു മതപ്രവൃത്തി ചെയ്തു വയ്ക്കും. അത് ദൈവം വെറുക്കുന്നു എന്നാണ് നമ്മൾ കണ്ടത്. പക്ഷെ ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ആരാധനക്രമം, എല്ലാവരും ഒന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവിൻ്റെ ആരാധനാക്രമം കർത്താവ് ഇന്ന് പകരുകയാണ്. അത് എല്ലാവരും ദയവായി ഏറ്റെടുക്കണം. എന്ന് മാത്രമല്ല, അതിനനുസരിച്ച് ദൈവത്തെ ഞാൻ പരിശുദ്ധാത്മാവിൽ നിങ്ങളെ നോക്കി പറയുക, ഇന്ന് മുതൽ ആരാധനയുടെ ഗ്രാഫ് ഉയരാൻ പോവുക. യനൂഷ് എന്ന് പറയുന്ന ഒരാളുടെ കാലത്താണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങിയെന്ന് ബൈബിളുണ്ട്. എനിക്ക് തോന്നുന്നത് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിലോ 5-ാം അധ്യായത്തിലോ എന്തോ യനൂഷിൻ്റെ കാലത്ത് ആരാധന ആരംഭിച്ചു. സോ അന്ന് ആരംഭിച്ച ആരാധനാ രീതി, അതിനു മുമ്പ് യാഗങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമുക്ക് കാണാം. പക്ഷെ അവിടെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ദൈവനാമത്തെ വിളിച്ചുള്ളൊരു പ്രാർത്ഥനയും ആരാധനയൊക്കെ ആരംഭിച്ച ഒരു പ്രത്യേക തലമുറ. അതിനുശേഷം ഇതുവരെ അത് നടന്നു പോരുന്നു. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ അതിന് ശരിയായ ഒരു ഭാവവും ശരിയായ ഒരു രീതിയും വന്നു. സത്യത്തിലും ആത്മാവിലുള്ള ആരാധന എല്ലാം വന്നു. കർത്താവ് വളരെ പ്രോഗ്രസീവായി എല്ലാം കൊണ്ടുവന്ന് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇനി നമ്മളായിട്ട് ആരാധനയെ അധപ്പതിക്കാൻ ഇടയാക്കരുത്. വീടുകളിൽ, നമ്മുടെ ബ്ലെസ്സിങ് ഗ്രൂപ്പുകളിൽ, സോണുകളിൽ, അല്ലാതെയുള്ള സഹോദരിമാരുടെ മീറ്റിങ്ങിൽ എന്തൊക്കെയുണ്ടോ, ഞായറാഴ്ച ആരാധന അല്ലാതെ ഏത് മീറ്റിങ്ങിലും ഞായറാഴ്ച ആരാധനയിൽ ഒരു ഓർഡർ ഉണ്ടാകട്ടെ, ഒരു ക്രമം ഉണ്ടാകട്ടെ. അതിൽ ദൈവം പ്രസാദിക്കട്ടെ. അതിൽ സംഭവിക്കാൻ പോകുന്നത് ദേശങ്ങൾക്ക് മാറ്റമുണ്ടാകും, ആത്മാന്തരീക്ഷത്തിന് മാറ്റമുണ്ടാകും. ഇതെല്ലാം സംഭവിക്കുന്നത് ആരാധനയുടെ ഭയങ്കരമായ അന്തരീക്ഷം ഓപ്പണാകും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. ദയവായി എല്ലാവരും ഇതിലേക്ക് കൈനീട്ടുക. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥിക്കുന്ന എല്ലാവരിലേക്കും ആരാധനയുടെ കൃപ ഒഴുകി ഇറങ്ങട്ടെ. താങ്ക് യു ഫാദർ. ഒറ്റയ്ക്ക് ആരാധിക്കുമ്പോഴും മറ്റുള്ളവരുമായി ചേർന്ന് ആരാധിക്കുമ്പോഴും കർത്താവെ ഒരു വലിയ കൃപയുണ്ടാകട്ടെ. ആരാധിക്കുവാനുള്ള ആരാധനയുടെ സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. ദൈവം ആഗ്രഹിക്കുന്ന പോലെ, സ്വർഗം ആഗ്രഹിക്കുന്നത് പോലെ ഒരാരാധന നടക്കാൻ
അങ്ങ് സഹായിക്കുന്നതിനായി നന്ദി. അതിന് പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങൾ ഉപദേഷ്ടാവായി ആരാധന നയിക്കുന്നവനായി ഉണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. സിവിയർ ആസ്മ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുന്നത് വളരെ ശക്തമാണ്, വ്യക്തമാണ്. യേശുവിൻ്റെ നാമത്തിൽ ആസ്മ രോഗികൾ സൗഖ്യമാകട്ടെ. ഒരുപക്ഷെ നിങ്ങൾ ഇൻഹേലർ എടുക്കുന്നുണ്ടായിരിക്കും, പ്രത്യേക മെഡിസിൻ കഴിക്കുന്നവരാകാം. യേശുവിൻ നാമത്തിൽ ആ രോഗം വിട്ടുപോകട്ടെ. പൂർണ്ണ സൗഖ്യം ഇപ്പോൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. ദൈവിക വിടുതലുകൾ ഇപ്പോൾ കൽപ്പിക്കുന്നതിനായി നന്ദി. താങ്ക് യു ജീസസ്. എല്ലാ രോഗങ്ങളും ഏതാണെങ്കിലും അത് സൗഖ്യമാകട്ടെ. ഈ ഗൗട്ട് എന്നൊക്കെ പറയുന്ന രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. മെനഞ്ചൈറ്റിസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആർത്രൈറ്റിസ് സൗഖ്യമാകട്ടെ. ഓസ്റ്റിയോപ്രോസിസ് സൗഖ്യമാകട്ടെ. സകല രോഗങ്ങളുടെ മേലും ഒരു സൗഖ്യത്തെ ഇപ്പോൾ കൽപ്പിച്ചിരിക്കുന്നു. കർത്താവേ, നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ, ആമേൻ. സോ ഇന്നത്തെ മോർണിംഗ് ഗ്ലോറി കണ്ടതിന് നന്ദി പറയുന്നു. എല്ലാവർക്കും ഇതിൻ്റെ ലിങ്കിൽ അയച്ചു കൊടുക്കുന്ന, നോട്ട്സ് അയച്ചു കൊടുക്കുന്ന, നോട്ട്സ് ടൈപ്പ് ചെയ്തവർ കമൻറ്റ് സെക്ഷനിൽ ഇടുക. എത്രത്തോളം നിങ്ങൾക്കിത് പ്രയോജനപ്പെടുന്നുണ്ട് എന്നെ അറിയിക്കാതെ പോകരുത്. ഗോഡ് ബ്ലെസ് യു. നാളെ കാണാം. ബൈ. you